ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലുള്ള ലിലി ആൻഡ് ദ ബെയർ എന്ന് പറയുന്ന സ്റ്റോറിയാണ്. ഇവിടെ ഈ ഒരു പിക്ചറിൽ നമ്മൾ കാണുന്ന ആ ഒരു പെൺകുട്ടി, അതാണ് ലിലി. ബെയർ എന്ന് പറയുന്ന ആരാണ്? ഇവിടെ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? കരടിയാണ് കേട്ടോ. ബിയർ എന്ന് വായിക്കരുത്, ബെയർ എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലിലിയുടെയും ബെയറിൻ്റെയും കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 48 നമ്മൾ ലില്ലിനെയും കാണുന്നുണ്ട്, അതേപോലെ ലില്ലിൻ്റെ ഒരുപാട് ടോയ്സ്, കളിപ്പാട്ടങ്ങളും കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ലെസണിലേക്ക് വരാം. ലിലി ഹാഡ് എ ടോയ്. ലില്ലിക്ക് ഒരു ടോയ് ഉണ്ടായിരുന്നു. ടോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിപ്പാട്ടം അല്ലേ? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. ആ ഒരു ടോയ് എന്തായിരുന്നു? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. അത് നല്ല ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ടെഡി ബെയർ ആയിരുന്നു. ടെഡി ബെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയർ എന്ന് പറഞ്ഞാൽ കരടിയാണ്. ടെഡി ബെയർ എന്ന് പറഞ്ഞാൽ രോമം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ട കരടിക്കാണ് നമ്മൾ എന്ത് പറയുക? ടെഡി ബെയർ എന്ന് പറയാം. അപ്പോൾ ലിലി ഹാഡ് എ ടോയ്. ലിലിക്ക് ഒരു ടോയ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെഡി ബെയർ. അത് നല്ല ഭംഗിയുള്ള ഒരു ടെഡി ബെയർ ആയിരുന്നു. ഇറ്റ്സ് നെയിം വാസ് ബെല്ല. അതിൻ്റെ പേരെന്തായിരുന്നു? ഇറ്റ്സ് നെയിം വാസ് ബെല്ല. ബെല്ല എന്നായിരുന്നു അതിൻ്റെ പേര്. ബെല്ല ഹാഡ് ഷൈനിങ് ബ്ലൂ ഐസ്. ബെല്ലയ്ക്ക് എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, ബ്ലൂ ഐസ് നീല കണ്ണുകളുണ്ടായിരുന്നു. ഇവിടെ പിക്ചറിൽ നമ്മൾ കാണുന്നില്ലേ ഒരു ടെഡി ബെയറിനെ? അതാണ് നമ്മളുടെ ബെല്ല കേട്ടോ. അപ്പോൾ ബെല്ലയ്ക്ക് എന്താണ്? നല്ല തിളക്കമുള്ള ബ്ലൂ ഐസ്, നീല കണ്ണുകളുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് എ റെഡ് ക്യാപ്പ്. ഇനി എന്താണുള്ളത്? ഒരു റെഡ് ക്യാപ്പ്, ഒരു ചുവന്ന കളറുള്ള തൊപ്പി ഉണ്ടായിരുന്നു. അതാ നമ്മൾ പിക്ചറിൽ കാണുന്നില്ലേ? ആൻഡ് എ ബ്രൗൺ ടൈ. ബ്രൗൺ എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമാണ് കേട്ടോ. ടൈ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ പിക്ചറിൽ കാണുന്നില്ലേ, കഴുത്തിൽ കെട്ടിയിട്ടുള്ള, അതാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളറുള്ള ടൈ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ചുവപ്പ് കളറാണ് കൊടുത്തിട്ടുള്ളത്. എനിവേ അത് ബ്രൗൺ ആണ് കേട്ടോ അവിടെ പറയുന്നത്. ബ്രൗൺ കളറുള്ള ഒരു ടൈയും ഉണ്ടായിരുന്നു. ബെല്ല കുഡ് മേക്ക് എ വൂപ്പ് വൂപ്പ് സൗണ്ട്. ബെല്ലയ്ക്ക് എന്താണ്? വൂപ്പ് വൂപ്പ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാക്കാനും കഴിയുമായിരുന്നു. ഓക്കെ, ഇവിടെ പേജ് നമ്പർ 50 പിക്ചർ നോക്കിയേ. ബെല്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇതുവരെ ബെല്ലനെ കണ്ടത്. പക്ഷേ ഇപ്പം എന്താണ്? ബെല്ലയുടെ കണ്ണിലൂടെ കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബെല്ല. ടെഡി ബെയറിനെ അവിടെ ഒന്നും കാണുന്നുമില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. വൺ ഡേ ലിലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. വൺ ഡേ, ഒരു ദിവസം, ലിലി ഫൗണ്ട് ബെല്ല മിസ്സിങ്. ലില്ലിക്ക് ബെല്ലയെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു കാര്യം നമ്മളുടെ ലിലി തിരിച്ചറിയാണ്. എന്ത്? നമ്മളുടെ ഈ ഒരു ബെല്ല മിസ്സിങ് ആണ് എന്നുള്ള കാര്യം. ഷി ഫെൽറ്റ് സാഡ്. അവളെന്താണ്? വളരെ ദുഃഖിതയാണ്. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം അല്ലേ? ദുഃഖം. അപ്പം ലിലി വളരെ ദുഃഖിതയാണ്. ഷീ സെർച്ച്ഡ് ഇറ്റ് എവ്രിവെയർ. അപ്പോൾ നമ്മളുടെ ടെഡി ബെയറിന് വേണ്ടിയിട്ട്, അതായത് ബെല്ലയ്ക്ക് വേണ്ടിയിട്ട് ലില്ലി എല്ലായിടത്തും, എവ്രിവെയർ, എല്ലായിടത്തും സെർച്ച് ചെയ്തു, തിരഞ്ഞു. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ലിലി ഫൗണ്ട് ബെല്ലാസ് റെഡ് ക്യാപ്പ് നിയർ ദ ഗേറ്റ്. അപ്പോൾ ലില്ലി ബെല്ലയുടെ റെഡ് ക്യാപ്പ്, ചുവന്ന കളറുള്ള ക്യാപ്പ് എവിടെ കാണാണ്? നിയർ ദ ഗേറ്റ്. നിയർ എന്ന് പറഞ്ഞാൽ അരികെ. ദ ഗേറ്റ്, ഗേറ്റിനരികിലായിട്ട് ബെല്ലയുടെ ക്യാപ്പ്, റെഡ് കളറുള്ള ക്യാപ്പ്. ഷീ സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബിഗ് ബെയർ ദെയർ. ഷീ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് ഉദ്ദേശിക്കുന്നത്? ലില്ലിയാണ് കേട്ടോ, അവൾ. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്താ കണ്ടത് ലില്ലി? ദ ഫുട് പ്രിൻറ്റ്സ്. ഫുട് പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കാൽപ്പാടുകൾ. ഓഫ് എ ബിഗ് ബെയർ, ഒരു വലിയ ബെയർ. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത് അല്ലേ? വലിയൊരു ബെയർ, കരടി, വലിയൊരു കരടിയുടെ കാൽപ്പാദം ലില്ലി അവിടെ കണ്ടു. ഓക്കെ, നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ? വലിയൊരു കരടീൻ്റെ കാൽപ്പാദവും കാണുന്നുണ്ട്. അതേപോലെ ഗേറ്റിനരികിലായിട്ട് ഒരു റെഡ് കളറുള്ള നമ്മളുടെ ബെല്ലയുടെ ക്യാപ്പും കണ്ടു. ഓക്കെ, ഇവിടെ നമ്മൾ പിക്ചറിൽ എന്താ കാണുന്നത്? ലില്ലി തൻ്റെ ബാഗിൽ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് അല്ലേ? വാട്ടർ ബോട്ടിലും ബണ്ണും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഐ മസ്റ്റ് ഫൈൻഡ് മൈ ബെല്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ബെല്ലയെ കണ്ടെത്തും എന്ന് പറയാണ്. ലിലി ടുക്ക് സം ബൺസ് ആൻഡ് എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹർ ബാഗ്. അപ്പോൾ ലിലി എന്തൊക്കെയാണ് എടുത്തത്? ടുക്ക് സം ബൺസ്, കുറച്ച് ബണ്ണല്ലേ നമ്മൾ കഴിക്കുന്നത്, അത് നമുക്ക് ബാഗിൽ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ? ബാഗിൽ വെച്ചിരിക്കുന്ന ബൺസ്. പിന്നെ എന്താണ്? എ ബോട്ടിൽ ഓഫ് വാട്ടർ ഇൻ ഹർ ബാഗ്. ഒരു കുപ്പി വെള്ളവും അവളുടെ ബാഗിലാക്കി എടുത്തു. ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. എന്നിട്ട് അവൾ നടക്കാൻ തുടങ്ങി. ഫോളോയിങ് ദ ഫുട് പ്രിൻറ്റ്സ്. അപ്പോൾ ആ കാൽപ്പാടുകൾ ഫോളോ ചെയ്ത് അതിൻ്റെ പുറകെയാണ് ആര് പോകുന്നത്? നമ്മളുടെ ലില്ലി നടന്നു പോകുന്നത്. കാരണം ഈ ഒരു ബെയർ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് ആ കാൽപ്പാട് വെച്ചിട്ട് ലില്ലിക്ക് കണ്ടെത്താനായിട്ട് കഴിയും അല്ലേ? അപ്പോൾ അതിന് പുറകെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ഒരു കാൽപ്പാടുകൾ നോക്കി നടക്കാൻ തുടങ്ങി. ലിലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അടുത്ത് അല്ലെങ്കിൽ അരികെ. അപ്പോൾ അടുത്തായിട്ടുള്ള അല്ലെങ്കിൽ അരികെ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ്, ഒരു കാട്ടിൽ ലില്ലി എത്തിച്ചേർന്നു. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. അപ്പം ലില്ലി റീച്ച്ഡ് എ ഫോറസ്റ്റ് നിയർ ബൈ. അരികെ ആയിട്ടുള്ളൊരു ഫോറസ്റ്റിൽ നമ്മളുടെ ലില്ലി എത്തിച്ചേർന്നു. ഷീ സോ എ ബിഗ് ബെയർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അവൾ സോ കണ്ടു. എന്താ കണ്ടത്? എ ബിഗ് ബെയർ, ഒരു വലിയ കരടി. എന്താ ചെയ്യുന്നത്? സിറ്റിംഗ് അണ്ടർ എ ട്രീ, ഒരു മരത്തിന് കീഴെയായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് ഇരിക്കുകയാണ്. സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക അല്ലേ. അണ്ടർ എ ട്രീ, മരത്തിന് താഴെയായിട്ട്. അപ്പോൾ അടുത്തുള്ള ഒരു കാട്ടിൽ ലില്ലി എത്തിച്ചേരുകയും അവിടെ എന്താണ്, ഒരു മരത്തിനടിയിലായിട്ട് വലിയൊരു ബെയർ ഇരിക്കുന്നത് കാണുകയും ചെയ്തു. ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകൾ അല്ലേ. അപ്പോൾ ബെല്ല വാസ് ഇൻ ഇറ്റ്സ് ഹാൻഡ്സ്. ബെല്ല ആ ഒരു ബെയറിൻ്റെ കൈകളിലാണ് ഉണ്ടായിരുന്നത്. ദാറ്റ് ഇസ് മൈ ടെഡി, ഗിവ് ഇറ്റ് ബാക്ക്, ലിലി സെറ്റ്. അപ്പോൾ ലിലി ബെയറിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാറ്റ് ഇസ് മൈ ടെഡി, അത് എൻ്റെ ടെഡിയാണ്. ഗിവ് ഇറ്റ് ബാക്ക്, അത് തിരിച്ചു തരൂ എന്ന് പറയാണ്. നോ, ദ ബെയർ ഗ്രൗൾഡ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദ ബെയർ ഗ്രൗൾഡ്. ഗ്രൗൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുരണ്ടു, ദേഷ്യത്തോടു കൂടി നോ പറയാണ് കേട്ടോ. അപ്പോൾ തരില്ല എന്ന് പറയുകയാണ് നമ്മളുടെ ലിലിനോട്. ആരെ? ബെല്ലെ. ഐ വോണ്ട് മൈ ബെല്ല ബാക്ക്, ലിലി ഷൗട്ടഡ്. അപ്പോൾ ലിലി ഇങ്ങനെ ഉറക്കെ പറയാണ്. എന്താണ്? ഐ വാണ്ട് മൈ ബെല്ല ബാക്ക്, എനിക്ക് എൻ്റെ ബെല്ലയെ തിരിച്ചു വേണം. ടേക്ക് ഇറ്റ് ഫ്രം മീ ഇഫ് യു ക്യാൻ, സെഡ് ദ ബെയർ. അപ്പോൾ ബെയർ എന്താ പറഞ്ഞത്? ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇതെൻ്റെ അടുത്ത് നിന്ന് എടുത്തോ. ഇഫ് യു ക്യാൻ, നിനക്ക് പറ്റുമെങ്കിൽ. അപ്പോൾ എന്താ പറയുന്നത്? നിനക്ക് പറ്റുമെങ്കിൽ ഇത് നീ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുത്തോന്ന് പറയണം. ആര്? സെഡ് ദ ബെയർ. ബെയർ പറഞ്ഞു. ഐ വിൽ, ലിലി സെഡ് ബോൾഡ്ലി. അപ്പം എനിക്ക് പറ്റും എന്ന് ലില്ലി വളരെ ബോൾഡായിട്ട് നല്ല ധൈര്യത്തോടു കൂടി പറയാണ്. ആർ യു സോ സ്ട്രോങ്? ദെൻ പ്രൂവ് ഇറ്റ്. അപ്പം ബെയർ എന്താ പറയുന്നത്? ആർ യു സോ സ്ട്രോങ്, നീ അത്രയ്ക്ക് ശക്തയാണോ? അങ്ങനെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യുക, അത് തെളിയിക്കുക എന്ന് പറയാണ്. ദെൻ പ്രൂവ് ഇറ്റ്. ഷുവർ സെഡ് ലില്ലി. അപ്പോൾ ലില്ലി പറയാണ് ഉറപ്പായും തെളിയിക്കാം എന്നുള്ള രീതിയിൽ ലില്ലി പറയാണ് കേട്ടോ. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ല് അല്ലേ. നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ദ ബെയർ ടുക്ക് എ സ്റ്റോൺ. ഈ ഒരു കരടി എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. പീസസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കുക. ക്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊടിക്കുക. അപ്പം ഈ കരടി എന്താ ചെയ്തത്? ഒരു കല്ലെടുത്തു. എന്നിട്ട് ഹി ക്രഷ്ഡ് ഇറ്റ് ഇൻ ടു പീസസ്. ആ കല്ല് എന്ത് ചെയ്തു? ഒരുപാട് കഷ്ണങ്ങളാക്കി പൊടിച്ചു കളഞ്ഞു. ലുക്ക് ഹൗ സ്ട്രോങ് ഐ ആം. നോക്ക് ഞാൻ എത്ര ശക്തിമാനാണ് എന്നുള്ള കാര്യം. ക്യാൻ യു ഡൂ ദിസ്? നിനക്കിത് ചെയ്യാൻ കഴിയൂ. ചലഞ്ച്ഡ് ദ ബെയർ. അപ്പോൾ ബെയർ നമ്മളുടെ ലില്ലീനെ എന്ത് ചെയ്യാണ്? ചലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ്. നിനക്കിത് ചെയ്യാൻ പറ്റുമോ? കണ്ടോ, നോക്ക് ഞാൻ എത്ര ശക്തിമാനാണ്, നിനക്കിത് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് സെഡ് ലില്ലി. അപ്പോൾ ലില്ലി പറയാണ് തീർച്ചയായും എനിക്ക് പറ്റും എന്ന് ലില്ലിയും പറയാണ്. ഓക്കെ, ഇവിടെ ലില്ലി ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ലില്ലി ഹാഡ് ആൻ ഐഡിയ. ലില്ലിക്ക് ഒരു ഐഡിയ കിട്ടി കേട്ടോ. ഷീ ടുക്ക് എ ബൺ ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. അപ്പോൾ അവൾ ബാഗിൽ ബണ്ണും വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അവൾ ആ ഒരു ബണ്ണെടുത്തു. ഷീ ടുക്ക് എ ബണ്ണെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് വെറ്റ് ഇറ്റ് സീക്രട്ട്ലി. സീക്രട്ട്ലി എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ആ ഒരു ബണ്ണ് നനച്ചു. വെറ്റ് എന്ന് പറഞ്ഞാൽ നനയ്ക്കുക കേട്ടോ. അപ്പോൾ നനച്ചു. അതാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ മുകളിലായിട്ട് കാണുന്നില്ലേ, ബാഗിൽ നിന്ന് ബണ്ണെടുത്ത് എന്നിട്ട് വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം ഒഴിച്ച് ബണ്ണ് നനയ്ക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിക്ചറിൽ. ദെൻ ഷീ പ്രസ്ഡ് ദ ബൺ വിത്ത് ഹെർ ഹാൻഡ്സ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? പ്രസ്ഡ് ദ ബണ്ണിങ്ങനെ പ്രസ് ചെയ്തു, കൈകൊണ്ട് അമർത്തി. വിത്ത് ഹെർ ഹാൻഡ്സ്, കൈകൾ കൊണ്ട് അമർത്തി. അപ്പോൾ എന്താണ് ബണ്ണ് എന്താണെന്ന് കരടിക്ക് അറിയില്ലല്ലോ. അപ്പം ഈ ബണ്ണ് പൊടിച്ച് കരടീനെ പറ്റിക്കാമെന്നാണ് ലില്ലി വിചാരിച്ചത്. അപ്പോൾ എന്താ സംഭവിച്ചത്? വാട്ടർ ഡ്രിപ്ഡ് ഡൗൺ ഫ്രം ഇറ്റ്. വാട്ടർ ഡ്രിപ്പ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറ്റിറ്റ് വീഴില്ലേ താഴേക്ക്, അതാണ് സംഭവിച്ചത്. ഫ്രം ഇറ്റ്, ആ ഒരു ബണ്ണിനകത്ത് നിന്ന് വെള്ളം താഴേക്ക് ഇറ്റിറ്റ് വീണു. അപ്പോൾ ലില്ലിയുടെ ഈ ഒരു ഐഡിയ ഫ്ലോപ്പ് ആയോ, എന്തായി എന്ന് നമുക്ക് നോക്കാം. ലുക്ക് ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ, ലില്ലി സെറ്റ്. അപ്പോൾ ലില്ലി എന്താ പറഞ്ഞത്? ലുക്ക്, നോക്കൂ, ഐ ക്യാൻ സ്ക്വീസ് വാട്ടർ. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ ഞെക്കിപ്പിഴിയുക. വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ, അതായത് കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞ് ഈ വെള്ളം പുറത്തേക്ക് എടുക്കാൻ അല്ലെങ്കിൽ പുറത്തേക്കാക്കാൻ എനിക്ക് പറ്റും എന്ന് ലില്ലി പറഞ്ഞു. ഓ ഷീ ഇസ് സ്ട്രോങ്ങർ ദാൻ മീ, ദ ബെയർ വണ്ടേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ബെയർ ആശ്ചര്യപ്പെടുകയാണ് ഈ ഒരു കാര്യം കണ്ടിട്ട്. ഓ ഷീ ഈസ് സ്ട്രോങ്ങർ ദാൻ മീ, ഇവൾ എന്നെക്കാളും ശക്തിയുള്ളവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബെയർ ആശ്ചര്യപ്പെടുകയാണ്. ദ ബെയർ പ്ലേഡ് അനദർ ട്രിക്ക്. അപ്പോൾ എന്താണ്? ബെയർ
വേറൊരു ട്രിക്ക് പ്രയോഗിക്കുകയാണ്. എന്താ നോക്കാം. ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണി കോംബ് ഓൺ എ റോക്ക്. റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറയാണ് കേട്ടോ. ഹണി കോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനീച്ചക്കൂടാണ്. ഇവിടെ പിക്ചറിൽ നമ്മളൊരു യെല്ലോ കളറിൽ കാണുന്നില്ലേ, അതാണ് എന്ത് തേനീച്ചക്കൂട്. ഓക്കെ. ഹി പോയിൻറ്റഡ് ടു എ ലാർജ് ഹണി കോംബ്. പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിച്ചു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ കരടി ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിച്ചത്? ടു എ ലാർജ് ഹണി കോംബ്, ഒരു വലിയ തേനീച്ചക്കൂടാണ് കാണിക്കുന്നത്. ഓൺ എ റോക്ക്, ഒരു പാറയിലായിട്ട് ആണ് ആ ഒരു ഹണി കോംബ് ഉള്ളത്. ലുക്ക് ദെയർ, അങ്ങോട്ട് നോക്കൂ. ബ്രിങ് ദാറ്റ് ഹണി കോംബ് ടു മീ. എന്താണ് ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ദാറ്റ് ഹണി കോംബ് ടു മീ, എനിക്ക് ആ ഒരു ഹണി കോംബ് അതായത് തേനീച്ചക്കൂട് എനിക്ക് കൊണ്ടുവന്ന് തരൂ. ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്. നീ അതിൽ വിജയിക്കുകയാണെങ്കിൽ, ഇഫ് യു വിൻ യു വിൽ ഗെറ്റ് ദ ടെഡി ബാക്ക്, നിനക്ക് നിൻ്റെ ടെഡി തിരിച്ചു കിട്ടുമെന്ന് പറയാണ്. ദാറ്റ് ഈസ് സോ സിമ്പിൾ സെഡ് ലിലി. അപ്പോൾ ലിലി എന്താ പറഞ്ഞത്? അത് വളരെ സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞു. ഷീ ടുക്ക് എ സ്ലിംഗ് ഷോട്ട് ഫ്രം ഹർ ബാഗ്. അപ്പോൾ ലില്ലി അവളുടെ ബാഗിൽ നിന്ന് ഒരു സ്ലിംഗ് ഷോട്ട് എടുത്തു. സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കവണ, അവളുടെ കയ്യിൽ കാണുന്നില്ലേ, അതാണ്. ഷീ ഷോട്ട് എ സ്റ്റോൺ ടുവേർഡ്സ് ദ ഹണി കോംബ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു സ്റ്റോൺ ആ ഒരു കവണ വെച്ചിട്ട് ഹണി കോംബിലേക്ക് ഷോട്ട് ചെയ്തു. അപ്പോൾ എന്താണ്, ഹണി കോംബിൽ പോയിട്ട് ആ ഒരു കല്ല് തട്ടും അല്ലേ, എന്നിട്ട് താഴെ വീഴുമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഹണി കോംബ്, ദ ഹണി കോംബ് ഫെൽ ഡൗൺ. ആ ഒരു ഹണി കോംബ് അതായത് തേനീച്ചക്കൂട് താഴേക്ക് വീണു. സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്. നല്ല മധുരമൂറുന്ന സ്വീറ്റ് ഹണി സ്പ്ലാഷ്ഡ് ഓൾ അറൗണ്ട്, അതായത് എല്ലായിടത്തേക്കും തെറിച്ചു. ഹുറേ ഹണി. അപ്പം എന്താണ്, നമ്മളുടെ കരടി സന്തോഷം കൊണ്ട് ഹുറേ ഹണി എന്ന് പറയാണ്. ദ ബെയർ ത്രൂ ദ ടെഡി എവേ ആൻഡ് റഷ്ഡ് ടുവേർഡ്സ് ദ ഹണി കോംബ്. അപ്പോൾ എന്ത് ചെയ്തു? ബെയർ ആ ഒരു ടെഡീനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആൻഡ് റഷ്ഡ് ടുവേർഡ്സ് ദ ഹണി കോംബ്. റഷ്ഡ് എന്ന് പറഞ്ഞാൽ കുതിച്ചു, വേഗത്തിൽ അങ്ങോട്ട്, അതായത് ഹണി കോംബുള്ള സ്ഥലത്തേക്ക് കുതിച്ചു പോയി. ടുവേർഡ്സ് ദ ഹണി കോംബ്, ഹണി കോംബിൻ്റെ അടുത്തേക്ക്. ഓക്കെ. You are stronger than me. Take your teddy and thank you for the honey, said the bear. അപ്പോൾ ബെയർ എന്താ പറയുന്നത്? You are stronger than me. നീ എന്നെക്കാളും ശക്തിയുള്ളവളാണ്. Take your teddy. നീ നിൻ്റെ ടെഡീനെ എടുത്തോളൂ. And thank you for the honey. അത് മാത്രമല്ല, ഹണി കൊടുത്തതിന്, നമ്മളുടെ ലില്ലിയാണ് ബെയറിന് ഹണി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് അല്ലേ. അപ്പോൾ ഹണി കൊടുത്തതിന് ബെയർ താങ്ക്സ് പറയാണ്. ആരോട്? ലില്ലിനോട്. ലില്ലി ടുക്ക് ബെല്ല ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി. അപ്പോൾ ലില്ലി ബെല്ലേനെ എടുത്തു, എന്നിട്ടോ ആൻഡ് വെൻറ്റ് ഹോം ഹാപ്പിലി, വീട്ടിലേക്ക് നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ലിലി ആൻഡ് ദ ബെയർ എന്ന് പറയുന്ന ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.